എന്നെപ്പോലെ ഒരു സെലിബ്രിറ്റിയെ താനൊരു 4 ദിവസമായിട്ടിട്ട് പറ്റിക്കുകയാണെന്ന് തന്നെ ചേട്ടൻ പറയുള്ളൂ. ഗൾഫിൽ നിന്ന് എന്നെ എൻ്റെ സുഹൃത്തുക്കൾ ഏകദേശം ഒരു 3 മാസം മുമ്പ് വരെ എല്ലാവരും 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പ് ക്യാഷ് എല്ലാവരും ചെയ്തു എന്നാണ്. ഞാൻ കുറച്ചൊന്ന് ഓടിച്ചു വിടാം. ഇത് മറ്റൊന്നുമല്ല, ഇയാളിത് ശരിയാണോ ഇങ്ങനെ പറ്റിക്കലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു തെളിവെടുപ്പ് നടത്തിയതാണ്. അപ്പോൾ അതിൽ അവസാന പോർഷനിൽ വൈഫ് വന്ന് സംസാരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്, അതാണ് കേൾക്കേണ്ടത്. നല്ല വിഷമമുണ്ട് അഖിലേ, ഞാൻ അംജിത്താണോ ഇതാരാ? കേൾപ്പിച്ചത് മനസ്സിലായി ചേച്ചി, ഇത് അംജിത്താണോ അഭിജിത്താണോ ആരാന്നല്ല. അപ്പം ഒന്നിൽ കൂടുതൽ ആളുകളോട് ഈ പറഞ്ഞ വൈഫ് ഉൾപ്പെടെ സന്തോഷത്തോടും സ്നേഹത്തോടും പറയുന്നുണ്ട് പൈസ അയച്ചോ, ചേട്ടൻ ഇല്ലായ്മകൾ കൊണ്ടാണ് കാര്യങ്ങളാണെന്ന് സംസാരിച്ചുകൊണ്ടാണ് ഈ പൈസ ഇരന്ന് മേടിക്കുന്നതിൻ്റെ ഒരു രീതി, അതായത് ഫാമിലിയോട് അറിഞ്ഞുകൊണ്ടാണ് എന്നാണ് കാണിച്ചത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് പോവുകയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ നമ്മൾ അംഗമാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന മെസ്സേജുകൾ ഇങ്ങനെയാണ്. മകളെ ചേട്ടനെ ഒരു ഹെൽപ്പ് ചെയ്യുമോന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് കേട്ടോ. എങ്ങനെയാലും ഒന്ന് പെട്ടെന്ന് അയക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോടാ? 2 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണി പാളുവോന്നൊരു സംശയം. നല്ല ടെൻഷനേ ഇരിക്കുക ഞാനും വൈഫൊക്കെ. അതുകൊണ്ടാ ഞങ്ങൾ ഉറങ്ങുള്ളൂ. ഞാനും വൈഫും വെയിറ്റ് ചെയ്യാണ്. നിന്റെ കാശ് വന്നിട്ടേ ഞങ്ങൾ ഉറങ്ങുള്ളൂ. അത്രത്തോളം ടെൻഷനിലിരിക്കുകയാണ്. അതുകൊണ്ടാണ്. കേട്ടില്ലേ? അതായത് ഇദ്ദേഹം പറയുന്നത് നിന്റെ പൈസ വന്നിട്ടേ ഞങ്ങളും അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യ ഉറങ്ങുള്ളൂ. നിരന്തരമുണ്ട്. കണ്ടു കഴിഞ്ഞാൽ 10-200 വോയിസ് നോട്ടിൽ മേളിലുണ്ട് പലരോട് അയച്ചതും ഇതേപോലെ രീതിയിൽ പൈസ ചോദിക്കുന്നതും കാര്യങ്ങളും. ഇരന്ന് മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണങ്ങൾ പറയുന്നത് കുഞ്ഞിന് വയ്യ, അമ്മായിപ്പൻ വയ്യാതെ ഹോസ്പിറ്റലാണ്, കാര്യങ്ങളാണ്, എനിക്ക് പൈസ അയച്ചു തരണം, പിന്നെ ചിലയിടത്ത് ദാനം കൊടുക്കാനാണ്. ചോദിച്ച് ഇഷ്ടം പോലെ. അതിൽ എന്നെ വിളിച്ച് പറഞ്ഞവർ പറഞ്ഞു, ചേട്ടാ 1 ലക്ഷം രൂപ കൊടുത്തവരുണ്ട്, 2 ലക്ഷം കൊടുത്തവരുണ്ട്, 10,000 കൊടുത്തവരുണ്ട്, 1000 കൊടുത്തവരുണ്ട്, 500 കൊടുത്തവരുണ്ട്. ഇതെല്ലാം ഇപ്പം തരാം, നാളെ തരാം, അല്ലെങ്കിൽ കഴിക്കാൻ ഭക്ഷണത്തിന് പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ചോദിച്ച് മേടിക്കുന്നത്. സുധി, അതൊക്കെ കുറച്ച് ഓവറാണ്. നിന്റെ വീട്ടിൽ കഞ്ഞി വെക്കാനില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ നിനക്ക് പട്ടിണിയായിട്ട് നീ മേടിച്ച എമൗണ്ട് വളരെ ചെറുതായിരുന്നെങ്കിൽ ഞാനൊന്നും വന്നതിന് നിന്നെ കുറ്റം പറയില്ലായിരുന്നു. നീ ലക്ഷങ്ങൾ മേടിച്ചത് നിന്റെ ദുർനടപ്പ് അല്ലെങ്കിൽ നിനക്ക് ആഘോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ വാങ്ങിയ പൈസയാണെന്നുള്ളത് നിന്റെ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. നേരം വിളിച്ചത് അത് നിന്റെ പേഴ്സണൽ കാര്യമാണ്. നീ 2 കെട്ടിയോ 3 കെട്ടിയോ 10 കെട്ടിയാലോ അല്ലെങ്കിൽ നീ വെളുപ്പ് തൊട്ട് വൈകിട്ട് വരെ വെള്ളം അടിച്ച് നടക്കുന്നൊന്നും കുഴപ്പമില്ല. പക്ഷെ ആരാൻ്റെ കാശിന് ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് ഇതുപോലെ ജനങ്ങൾ തിരിച്ചു പറയുന്നത്. അപ്പോൾ അത് കേൾക്കാൻ ബാധ്യസ്ഥനായിപ്പോൾ. ഇനി ഇതിൽ തന്നെ വൈഫ് ഇത്രയും സ്നേഹത്തോടുകൂടിയൊക്കെ സംസാരിക്കുന്ന അതേ വൈഫ് തന്നെ ചില ഭാഗങ്ങളിൽ തിരിച്ചു പറയുന്ന ചില സംഭവം